മൾട്ടിവാരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ മൾട്ടിവാരിയബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെവറൽ ഇൻഡിപെൻഡൻറ്റ് റിയൽ വാരിയബിൾസ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സിൻ്റെ ഇമേജ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് റേഞ്ച് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുണ്ടാകുക റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അതായത് സം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അതല്ലെങ്കിൽ ആർ ഈക്വൽ ടു എഫ് ഓഫ് ടി, ഈ ഒരു ഫോമിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുണ്ടാകുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ദി ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആ ഒരു കേസിൽ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതല്ലെങ്കിൽ ആർ ഈക്വൽ ടു കോസ് തീറ്റ, ആ കേസിൽ തീറ്റയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ആർ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സ് റിയൽ നമ്പേഴ്സിന് പകരം ഏതെങ്കിലും ഒരു ഫിക്സഡ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതായത് വെൻ n ഈക്വൽ ടു 2 അത് ഓഡേഡ് പെയർസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ദെൻ n ഈക്വൽ ടു 3 ആകുമ്പോൾ ഓഡേഡ് ട്രിപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഈ രണ്ട് ഫോമും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും, ഓഡേഡ് പെയർസും ഓഡേഡ് ട്രിപ്പിൾസും. നമുക്കതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Suppose D is a set of n tuples of real numbers, n tuple x1, x2, etc. xn. A real valued function f on capital D is a rule that assigns a real number w equal to f of x1, x2, etc. xn to each element in D. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാകും. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിനും എക്സാക്ട്ലി 1 റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ റൂൾ എന്നുള്ളതിനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിനും എക്സാക്ട്ലി 1 ഇമേജ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു കേസിലാണ് നമ്മളതിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡൊമൈനിലെ പോയിൻറ്റ്സ് n ടപ്പിൾസ് ആണ്. ഡെഫിനിഷനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിനും എക്സാക്ട്ലി 1 റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു റൂളിനെയാണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കുന്നത്. ആ സെറ്റ് ഡിനെ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് വിളിക്കുന്നു. സെറ്റ് ഓഫ് w വാല്യൂസ് ടേക്കൻ ബൈ f ഈസ് കോൾഡ് ഫംഗ്ഷൻസ് റേഞ്ച്. ഇവിടെ w ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത് x1, x2, etc. xn. അതായത് ആ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഈ n വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വി ഓൾസോ കോൾ ദി എക്സൈസ് ദി ഫങ്ഷൻസ് ഇൻപുട്ട് വേരിയബിൾസ് ആൻഡ് കോൾ w ദി ഫങ്ഷൻസ് ഔട്ട്പുട്ട് വേരിയബിൾ. അതായത് ഈച്ച് എക്സൈനെ നമ്മൾ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് വേരിയബിൾസ് എന്നും ഡബ്ല്യുവിനെ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് വേരിയബിൾ എന്നും വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് x1, x2, etc. xn ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. പറയാൻ എളുപ്പത്തിന് നമ്മൾ n ഈക്വൽ ടു 3 എന്ന് കൺസിഡർ ചെയ്യുന്നു. വെൻ n ഈക്വൽ ടു 3 ദിസ് ഫംഗ്ഷൻ ബിക്കംസ് w ഈക്വൽ ടു എഫ് ഓഫ് x1, x2, x3 ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3. ഇവിടെ w ആണ് ഈ ഫംഗ്ഷൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, x1, x2, x3 ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സ് ഓർഡർ ട്രിപ്പിൾസ് ആണ്. ആ ഡൊമൈനിലെ പോയിൻറ്റ്സ് ഫംഗ്ഷൻ വാല്യൂ കാണുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു എക്സാമ്പിളിന് എഫ് ഓഫ് 1, -2, 3/2 എന്നുള്ളത് 1 പ്ലസ് -2 പ്ലസ് 3/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. എഫ് എന്നുള്ളതൊരു ഫംഗ്ഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ x1, x2 എന്നുള്ളതിന് പകരം xy എന്നാണ് സാധാരണ ഡിനോട്ട് ചെയ്യാറ്. അതുപോലെ ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നുള്ളത് XY പ്ലെയിനിലെ ഏതെങ്കിലും ഒരു റീജിയൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം 3 ആണെങ്കിൽ x1, x2, x3ക്ക് പകരം യൂഷ്വലി x, y, z എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നുള്ളത് സ്പേസിലെ ഏതെങ്കിലും ഒരു റീജിയൺ ആയിരിക്കും. ഇനി എക്സാമ്പിൾസ് നോക്കാം. എഫ് ഓഫ് xy ഈക്വൽ ടു xy. ഇവിടെ x ഉം y ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് കറക്റ്റ് നൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഏതെങ്കിലും ആവാം. w ഈക്വൽ ടു xy എന്ന് എടുക്കാം, അപ്പോൾ w ആയിരിക്കും അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ g ഓഫ് x, y, z ഈക്വൽ ടു x പ്ലസ് y z സ്ക്വയർ. അതുപോലെ തന്നെ h ഓഫ് xy ഈക്വൽ ടു y sin x. നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ്
2 or 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുന്നതിന് ഫംഗ്ഷൻ ഓഫ് 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കേസിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് ഡിവിഷൻ ബൈ 0 വരുന്ന പോയിൻറ്റ്സ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഈ ഒരു കേസിൽ നമുക്ക് എക്സിന് 0 എന്നുള്ള വാല്യൂ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ 0 എന്നുള്ള പോയിൻ്റ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിവിഷൻ ബൈ 0 വരുന്ന പോയിൻറ്റ്സ് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. ഇമാജിനറി ഔട്ട്പുട്ട് വരുന്ന പോയിൻറ്റ്സും നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x. അവിടെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഡൊമെയിൻ എടുക്കാറ്. നെഗറ്റീവ് നമ്പേഴ്സിന് അതിൻ്റെ ഇമേജ് റിയൽ നമ്പർ ആയിരിക്കുകയില്ല, ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. ആ ഒരു കേസിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ ഒഴിവാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രൊസീഡ് ചെയ്യുന്നത്. അതുപോലെ ഡൊമെയിൻ സ്പെസിഫൈ ചെയ്തിട്ട് തന്നിട്ടില്ലെങ്കിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഡൊമെയിൻ ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. അതിനെയാണ് ആ ഫംഗ്ഷൻ്റെ നാച്ചുറൽ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/x മൈനസ് വൈ. ഹിയർ എക്സ് മൈനസ് വൈ കനോട്ട് ബി 0. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 വരുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനിലെ പോയിൻറ്റ്സിനാണ്. ഹെൻസ് ദി ഡൊമെയിൻ ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ ദി xy plane except those on the line x equal to y. Then next example, f of xy equal to root of x minus y. നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്നുള്ളത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് ഇമാജിനറി റൂട്ടായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പോയിൻറ്റ്സിന് നമുക്ക് ഒഴിവാക്കണം. സോ ഔട്ട്പുട്ട് റിയൽ നമ്പർ കിട്ടണമെങ്കിൽ എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കണം. ഹെൻസ് ഡൊമെയിൻ ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ ദി xy പ്ലെയിൻ ഫോർ വിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ദെൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/√16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഡൊമെയിൻ ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് those values of xy for which f of xy is a well defined real number. f of xy എന്നുള്ളത് വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആകുന്ന വിധത്തിലുള്ള xyകളാണ് നമുക്ക് ഡൊമെയിനിൽ ചൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡിനോമിനേറ്റർ 0 വരാൻ സാധിക്കുകയില്ല. സോ 16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ് നമുക്ക് ഒഴിവാക്കണം. അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ റിയൽ വാല്യൂ എല്ലാം ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഇമാജിനറി റൂട്ടായിരിക്കും. സോ അത്തരത്തിലുള്ള പോയിൻറ്റ്സും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതൊരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആവണമെങ്കിൽ 16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 വരണം. 16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 16 എന്ന് കിട്ടും. Hence, the domain of f consists of all points xy in the plane satisfying x square plus y square less than 4 square. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്നുള്ളത് സെൻറ്റർ 0 0 റേഡിയസ് 4 ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 4 സ്ക്വയർ എന്നുള്ളത് ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. ഹെൻസ് ദി ഡൊമെയിൻ ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് inside the circle x square plus y square equal to 4 square. Then range കണ്ടുപിടിക്കാനുണ്ട്. അതിനുവേണ്ടി ലെറ്റ് z ഈക്വൽ ടു 1/√16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതിൻ്റെ ഡൊമെയിനിലെ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ലെസ് ദാൻ 16 ആയിരിക്കും. സോ z എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓൾസോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് √16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ √16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത് √16 ആണ്, അതായത് 4 ആണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ
1 by root 16 minus x square minus y square greater than or equal to 1 by 4. That is z greater than or equal to 1 by 4. Hence, the range of f consists of all real numbers greater than or equal to 1 by 4. Then next question. Find the domain and range of the function f of xy equal to sine inverse of y minus x. നമുക്കറിയാം ഇൻവേഴ്സ് സൈൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആവണമെങ്കിൽ y മൈനസ് എക്സ് എന്നുള്ളത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Hence, the domain of f consists of all points xy satisfying the inequality -1 less than or equal to y minus x less than or equal to 1. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻവേഴ്സ് സൈൻ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈയുടെ റേഞ്ചും ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2. And next question, find the domain and range of the following function f of xyz equal to root of x square plus y square plus z square. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ ഓൾ എക്സ് കോമ വൈ കോമ സെഡ്. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് എ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ഫോർ ഓൾ ട്രിപ്പിൾസ് എക്സ് വൈ സെഡ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഹെൻസ് ദി ഡൊമെയിൻ ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് ദി എൻറ്റയർ സ്പേസ്. അതായത് സ്പേസിലെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളൊരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആയിരിക്കും. സോ അതിൻ്റെ ഡൊമെയിനിൽ എൻറ്റയർ സ്പേസ് ഉൾക്കൊള്ളും. അതുപോലെ തന്നെ ലെറ്റ് ഡബ്ല്യു ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നമുക്കറിയാം ഏത് ഓർഡർ ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാലും ഡബ്ല്യു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ 0ന് ഗ്രേറ്റർ ആയിട്ടുള്ള ഏതൊരു റിയൽ നമ്പറും ഡബ്ല്യു അറ്റൈൻ ചെയ്യും. ഹെൻസ് ദി റേഞ്ച് ഓഫ് എഫ് ഈസ് half closed 0 to open infinity. Then next question, find the domain and range of the function f of xyz equal to xy into ln z. നമുക്കറിയാം നാച്ചുറൽ ലോഗരിതം നെഗറ്റീവ് നമ്പേഴ്സിനും 0യ്ക്കും ഡിഫൈൻഡ് അല്ല. സോ ln z എന്നുള്ളത് റിയൽ നമ്പർ ആവണമെങ്കിൽ z ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. xy എന്നുള്ളത് ഏതെങ്കിലും റിയൽ നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല. So f of xyz is well defined real number for all triples xyz of real numbers for which z greater than 0. Hence the domain of f consists of the half space z greater than 0. Obviously the range of f consists of all real numbers. അതായത് എക്സ് വൈയും ഏത് റിയൽ നമ്പറും വേണമെങ്കിലും ആവാം. സെഡിന് മാത്രമാണ് ഇവിടെ റെസ്ട്രിക്ഷൻ. ഹെൻസ് f attains all the real numbers. Then some homework questions. Find the domain and range of the following functions. First one, f of xy equal to root of 9 minus x square minus y square. Then f of xy equal to x square plus y square. Third one, f of xy equal to ln x square plus y square. Fourth one, f of xy equal to y by x square. Then next question, find the domain and range of the function f of xyz equal to 1 by x square plus y square plus z square.